ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഷോപ്പിംഗ് വീഡിയോ ഒന്നുമല്ല കേട്ടോ. നമ്മൾ കൂട്ടുകാരെല്ലാവരും കൂടി പുറത്തൊന്നിച്ച് കൂടി ഒരു ദിവസത്തെ വിശേഷങ്ങളാണ്. നമ്മുടെ ഒരു കൂട്ടുകാരി ഇവിടുത്തെ ജോലിയൊക്കെ മതിയാക്കി നാട്ടിലോട്ട് തിരിച്ചു പോകാം കേട്ടോ. അപ്പോൾ ആൾക്കൊരു സെൻഡ് ഓഫ് കൊടുക്കാമെന്ന് കരുതി. പിന്നെ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് കൂടുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ അതൊരു പാർക്കിലാകുമ്പം പിള്ളേർക്കും നല്ല അടിച്ചു പൊളിക്കാം. അവരാണെങ്കിൽ ഇങ്ങനെ ഓടി നടക്കാനും കൂടുതൽ കൂട്ടുകാരെ കിട്ടാനും കൂടുതൽ കളിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നല്ല കേട്ടോ. ഇവിടുത്തെ പാർക്കിൽ ഒരുപാട് റൈഡ്സ് ഉണ്ട്. പിന്നെ നല്ല പ്രൊട്ടക്റ്റീവ് മെഷേഴ്സും ഇവരെടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പിള്ളേരൊക്കെ ഓടി ഒന്ന് വീണാലും വലിയ കാര്യമായിട്ടൊന്നും അവരെ ബാധിക്കാറില്ല. നമ്മളുണ്ടല്ലോ ഈ പാർക്കിലൊക്കെ തന്നെയാണ് കൂടുതൽ പാർട്ടികളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. കാരണം എല്ലാവരുടെയും വീട്ടിൽ സ്ഥലപരിമിതിയുണ്ട്. പിന്നെ നമ്മുടെ നൈബേഴ്സിനൊന്നും അങ്ങനെ ഒച്ചയും ബഹളമൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ പാർക്കിലായിരിക്കും ഓരോ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ പാർക്കിൽ ഒരു പരിപാടിയൊക്കെ നടത്തുമ്പോൾ അതിന് പ്രത്യേകം പൈസ കൊടുക്കുകയോ അല്ലെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഉപയോഗിച്ച അത്രയും സ്പേസ് നല്ല വൃത്തിയാക്കി ഇടണം. അതുമാത്രമല്ല, നമ്മൾ വേസ്റ്റൊക്കെ കറക്റ്റായിട്ട് ഡിസ്കാർഡ് ചെയ്താൽ അത് മതിയാവും കേട്ടോ. നമ്മുടെ കൂട്ടുകാരി നല്ലൊരു പാക്കേജൊക്കെ ഉപേക്ഷിച്ചാട്ടോ നാട്ടിലേക്ക് പോകുന്നത്. എല്ലാ അമ്മമാർക്കൊന്നും അങ്ങനൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. കാരണം എല്ലാവരുടെയും സിറ്റുവേഷൻ ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ ആളെടുത്തത് ഒരു സ്ട്രോങ് ബോൾഡായിട്ടുള്ള ഡിസിഷനാണ്. ഈ വിദേശത്തൊക്കെ അമ്മമാർ പോയി ജോലി ചെയ്യുമ്പം പലരും അങ്ങനെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പം സോഷ്യൽ മീഡിയയിൽ ഒത്തിരി കമൻറ്റ് കണ്ടിട്ടുണ്ട്. എന്തിനാ ഇവരൊക്കെ ഇങ്ങനെ പുറത്ത് പോകുന്നത്, മക്കളുടെ കൂടെ ജീവിച്ചാൽ പോരേന്ന്. എല്ലാവർക്കും ഒരുപോലത്തെ സിറ്റുവേഷനൊന്നും ആയിരിക്കില്ലല്ലോ അല്ലേ. ഈ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാനല്ലേ എല്ലാവരും പുറത്തേക്ക് പോകുന്നത്. ഒരു ബാർബിക്യൂ പാർട്ടിയാട്ടോ നമ്മളിവിടെ അറേഞ്ച് ചെയ്തത്. അതിൻ്റെ വീഡിയോസ് എല്ലാം ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ വന്നപ്പോൾ കുറച്ച് ലേറ്റായി. ഇതേ ഇവർ ചിക്കനും കോണൊക്കെ ആട്ടോ ഇവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള ബാർബിക്യൂ സ്പോട്ട് ഈ പാർക്കിൻ്റെ പല സ്ഥലങ്ങളിലും കാണും. അപ്പോൾ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ആളുകളൊക്കെ വന്ന് ഇതുപോലെ ഇങ്ങനെ കുക്ക് ചെയ്ത് സമയങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട്. ഫുഡ് കഴിക്കുക എന്നത് മാത്രമൊന്നുമല്ല, എല്ലാവരും കൂടി ഒന്നിച്ചു കൂടി കുറച്ച് നേരം സംസാരിച്ച് പുതിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് റിലാക്സ് ആവും. അപ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ ഈ കൂട്ടുകാരി നമുക്ക് തിരിച്ചു തന്ന ഒരു പാർട്ടിയുടെ കുറച്ച് വീഡിയോയും കൂടി ഇതിനകത്തുണ്ടേ. ആളൊരു ചെറിയ പാർട്ടി നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫുഡും ഉണ്ടായിരുന്നേ. ഒരു ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് നല്ല ടയേർഡായിരിക്കുന്ന സമയത്തും നമുക്ക് വേണ്ടി നല്ല ഫുഡൊക്കെ കുക്ക് ചെയ്ത് ആൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയ കേക്കൊക്കെ കട്ട് ചെയ്ത് ആളുടെ സെൻഡ് ഓഫ് അങ്ങോട്ട് ഗ്രാൻഡാക്കി നമ്മൾ. പിള്ളേരും നല്ല ഹാപ്പിയാണ് കേട്ടോ. അവർക്കാണെങ്കിലും ഇങ്ങനെ കളിക്കാൻ കുറേ സമയം കിട്ടുവാണല്ലോ. നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടി ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന വീഡിയോയാണ് ഇത്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ശരിക്കും നമുക്ക് നാട്ടിൽ പോയൊരു പ്രതീതിയൊക്കെ കിട്ടും കേട്ടോ. പിള്ളേരാണെങ്കിൽ ഒരു ഫുഡോ ഒന്നും എൻജോയ് ചെയ്യുന്നില്ല. അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരിങ്ങനെ ഓടിക്കളിച്ച് അവരുടെ ലോകത്ത് ജീവിക്കുന്നു. അവർക്കല്ലെങ്കിലും സന്തോഷവും സങ്കടവും എല്ലാം ഒരുപോലെയാണല്ലോ. പിന്നെ ഇതെല്ലാം നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സാണ് കേട്ടോ. നമ്മൾ യാത്രകൾ പോകുന്നതും ഓരോ പരിപാടികൾക്ക് ഒന്നിച്ചു കൂടുന്നതും എല്ലാം നമ്മളെല്ലാവരും കൂടിയൊക്കെ ആയിരിക്കും. നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പങ്കുവയ്ക്കാറുണ്ടേ. ഇതാണ് ഇപ്പം നമ്മുടെ ലോകം. പിന്നെ ഇവർക്കാണെങ്കിൽ പുതിയ കളിസ്ഥലം കിട്ടിയതിൻ്റെ സന്തോഷം. എത്ര വിളിച്ചിട്ടും ഇവർ തിരിച്ചു വരുന്നുണ്ടായിരുന്നില്ല. ഇക്കൂട്ടത്തിൽ നമ്മുടെ ഒരു ഫാമിലിയും കൂടിയുണ്ട് കേട്ടോ. അവർ ഇപ്പോൾ ഇവിടെ നിന്ന് ജോലിയുടെ ആവശ്യത്തിനായിട്ട് വേറൊരു കൺട്രിയിലേക്ക് മാറിപ്പോയി. അവരെയും നമ്മൾ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ അവരുടെ ഒരു കുട്ടിക്കുറുമ്പനും കൂടി കണ്ടേനെ. പിള്ളേർക്കും ആ കുഞ്ഞിനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ തീരാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ബായ്.